ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വിധം അതിൽ ചിക്കൻ്റെ കാലുണ്ട്, അതിന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വരഞ്ഞു വിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണുണ്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. പോപ്പുലർ പൊടി ചില്ലി ചിക്കൻ്റെ പൊടിയുണ്ട്, അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ വയ്ക്കാം. എന്നിട്ട് നമുക്കത് വറക്കാട്ടോ. നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, വറക്കാം. ഒന്ന് അടച്ച് വെക്കാം. ചിക്കൻ ഫ്രൈനുള്ളത് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ പരട്ടി വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് നടുകെ കീറിയിടാം. നല്ലൊരു മണം ഉണ്ടാവും. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ചൂട് ഗ്യാസ് ഒന്ന് കൂട്ടി വയ്ക്കാം. ഒന്ന് വേകുന്ന വരയ്ക്ക് നമുക്കൊന്ന് താത്തി വെക്കണം. വെന്ത് കഴിഞ്ഞാൽ ഫ്രൈ ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് കൊടുത്തു. ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 പീസും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അതിൽ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 പീസും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതെങ്ങനെ വറുത്ത് കൊടുത്താലുണ്ടല്ലോ, നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങിയൊക്കെ വറുത്ത് കൊടുത്താൽ കുട്ടികൾ നന്നായി കഴിക്കും, വലിയവരും കഴിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രൈ ചെയ്തത്. പക്ഷെ കൊളസ്ട്രോൾ ആകുമ്പോഴാണ് മടിക്കണത് ചിക്കൻ കഴിക്കാൻ. അപ്പോൾ ആർക്കും അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും കുട്ടികൾ, ചെറിയ കുട്ടികൾ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം കഴിക്കും. ചിക്കൻ ചുക്ക. അപ്പോൾ ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക, ഒന്നും കൂടെ കൂട്ടി വയ്ക്കുക. ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ടാകും. ഇതാ കോരി വെക്കാം കേട്ടോ. നമുക്കൊക്കെ റെഡിയായി. ഇനി കോരിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം മാറ്റി വയ്ക്കാം. പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് കോരിയിട്ട് മാറ്റി വയ്ക്കാം. പ്ലേറ്റ് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. കുറച്ച് പീസുകൾ ചിക്കൻ്റെ സൂപ്പറായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഉള്ളൊക്കെ നന്നായി വെന്ത് മുറുകി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ. പ്ലേറ്റിലേക്കൊക്കെ വെക്കാം. നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഉള്ളിനെ ഞാൻ റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി പിന്നെ മേലെ കൂടെ വയ്ക്കാം. നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കൊയ്യാം. നാരങ്ങ ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനിപ്പോൾ അത്
പിഴിഞ്ഞെടുക്കുന്നില്ല. നാരങ്ങ കഴുകും. നാരങ്ങ പിഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും, ഒരു പുളിപ്പൊക്കെ ആയിട്ട്. ഈ പീസുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കരിവേപ്പിലയും പച്ചമുളകും ഒക്കെ വെച്ച് കൊടുക്കാം. ഉള്ളി റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.